കണ്ടോ? കറണ്ട് കട്ടായതുകൊണ്ട് ആരും കാണാതെ വരാൻ സാധിച്ചു. ഭാഗ്യം. ഹരിചന്ദ്രൻ എവിടെ? അവൻ ഇപ്പൊ വരും. അവൻ അയവാച്ചന് താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം. എനിക്ക് എന്താന്നറിയില്ല, നെഞ്ചിനകത്തൊരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു. എക്സ്റേ എടുത്ത് നോക്കണോ? അതല്ലടോ, ഒരു സംഭ്രമം. അത് അയവാച്ചൻ ഇത് ആദ്യം ആയതുകൊണ്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. ഇരിക്കേ. മോനെ ചെക്ക് ചെയ്താ. എന്താ? ആകെ കുഴഞ്ഞു. നമ്മൾ കണ്ടുവച്ചിരുന്ന താമസ സ്ഥലം കുറച്ച് ധർമ്മക്കാര് കയ്യേറി കഞ്ഞിവെപ്പും കുടിയും തുടങ്ങി. തിരുവല്ലോമല ഉത്സവം തുടങ്ങല്ലേ, അതിന് വന്നവരാ. ഇനി നമ്മൾ അവിടെ പോയ പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തുക. അയവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. കാവുങ്കൽ അമ്പലത്തിന് അക്കരെയുള്ള 10 ഏക്കർ റബ്ബർ തോട്ടം കോയിക്കലാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? നമ്മുടെ രാധികയുടെ. അതിന്റെ പടിഞ്ഞാറേ മൂലയിലുള്ള പഴയ കെട്ടിടം ഓർക്കുന്നുണ്ടോ നീ? നമ്മൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ മഴയത്ത് കയറിയുന്ന സ്ഥലം. അത് തന്നെ. ഞാൻ രാധികയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? അവള് സമ്മതിക്കോ? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞല്ലേ, സമ്മതിക്കായിരിക്കില്ല. നീ എന്താ ചോദിക്കാൻ പോകുന്നത്? പറഞ്ഞതുപോലെ നിന്റെ ഒരു കക്ഷിയെ ആരും അറിയാതെ ഒരാഴ്ചത്തേക്ക് ഒളിവിൽ താമസിപ്പിക്കാനാണെന്ന് പറയാം. എന്താ? അതൊക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോക്കോളാം. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അയവാച്ച, നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അയവാച്ച മുട്ടുകുത്തരുത്. സുശീല, ഈശോയേ, ഏതായി ജുബാക്കാരൻ? എന്റെ ഒരു കക്ഷിയാ. ഓഹോ, എന്താ പേര്? അയ്യേ. പേര് പറയാൻ എന്തിനാ നാണിക്കുന്നേ? നാണക്കേടുണ്ടായിട്ടല്ല, അയ്യേ അയവാച്ചൻ. ഓഹോ, അയവാച്ചൻ പേടിക്കണ്ട. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു പരമർ. അത് നെല്ലിനടിക്കുന്ന വിഷല്ലേ? അത് പരാമർ, ഇത് പരമർ. മറ്റേ ശുംഭനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കെ. ആശ്വാസമായി. കൃഷ്ണ, ഗുരുവായൂരപ്പാ. എന്തായി പോയ കാര്യം? എല്ലാം ഓക്കെ. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സുശീല, വെള്ളവും ഗ്ലാസും. ബോട്ടില് തീരാറായി, എനിക്ക് മാത്രം കിട്ടിയില്ല. പരമേട്ട, ഒരെണ്ണം ഹരിചന്ദ്രനോട് കൊടുത്താലോ? ഈ നീചന് ഞാൻ ഒരു തുള്ളി കൊടുക്കില്ല. നിന്റെ തന്നെ കുഴപ്പാ. നീ എന്തിനാ പരമേട്ടന് വിം കലക്കി കൊടുത്തത്? അതിന്റെ വിമ്മിഷ്ടം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി മേലാൽ ഞാൻ വിം കലക്കി കൊടുക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പരമേട്ടൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. പരമേട്ടന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിച്ചിരിക്കുന്നു. ശിഷ്യനായ സ്ഥിതിക്ക് ഒരെണ്ണം കൊടുക്കാല്ലേ പരമേട്ട? വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അയ്യോ, നീ എന്താ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കുടിക്കടാ. നിങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഞാൻ മാത്രം പറഞ്ഞില്ല. ചിയേഴ്സ്. അയ്യാച്ചാ, പരമേട്ട. അയ്യാച്ചാ, പണ്ട് മാർത്താണ്ഡവർമ്മ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലമായത്. രാജാവ് ഇവിടെ വന്നാണ് വന്യമൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം ഇല്ലേ അയവാച്ച? ഇവിടെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ താമസിച്ചൂടെ? കുറച്ച് ദിവസത്തേക്കല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എനിക്ക് പേടിയാവുന്നു. ഞാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പോവാ. പത്രത്തിൽ കണ്ടവരുണ്ടോ എന്നുള്ള പരസ്യം കൊടുത്ത് അയവാച്ചനെ വീട്ടിൽ താമസിപ്പിച്ച കുറ്റം ഏതൊക്കെ വകുപ്പാണെന്ന് അറിയാവോ? ഞാനപ്പോ ശരിക്കും കുടുങ്ങിയില്ലേ? അയ്യേ, എന്താ അയവാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കാര്യം പറയാം, അയവാച്ചന് ഞങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഏയ്, അയവാച്ചൻ അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഞങ്ങൾ നാളെ ലോലനെ കാണാനുള്ള പരിപാടി നോക്കട്ടെ. ഇതിനകത്ത് അയവാച്ചന് കഴിക്കാനുള്ള ബ്രെഡ്, പഴം, വെള്ളം എല്ലാം ഉണ്ട്. നാളെ രാത്രി ഞങ്ങൾ വീണ്ടും വരാം. ഇതെന്തത്? പകൽ സമയം വായിക്കാൻ പറ്റിയ പുസ്തകം, ഒളിവിലെ ഓർമ്മകൾ. അപ്പൊ ശരി. നമസ്കാരം. എന്താടാ പതിവില്ലാതെ? അല്ല, അമ്മാവനെ അമ്മായിയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. വിശേഷങ്ങളൊന്നും അറിയുന്നുമില്ല. വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? അതല്ല, അമ്മായി ഇല്ലേ അമ്മാവ? അവളും പിള്ളേരെ പുലാപ്പറ്റേക്ക് പോയിരിക്കുക. നീ കിടന്ന് ചുറ്റി കളിക്കാതെ കാര്യം എന്താണെന്ന് പറ. അടിയടാ. അല്ല അമ്മാവ, ഞാൻ ആലോചിക്കായിരുന്നു, ഈ പത്രം എടുത്ത് നോക്കിയാൽ എവിടെയും കൊലപാതകവും തട്ടിക്കൊണ്ടു പോകലും കാണാതായാലും മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ ഒരു പോക്കേ. ഇന്നത്തെ പത്രത്തിൽ തന്നെ കണ്ടില്ലേ നമ്മുടെ ഇരങ്ങോട്ട് അയവാച്ചന്റെ കാര്യം?
എന്ത് യോഗ്യനായ മനുഷ്യൻ, അയാൾക്ക് പുറപ്പെട്ടു പോകേണ്ട വല്ല കാര്യമുണ്ടോ? അയാളുടെ വീട്ടുകാരുമായിട്ടുള്ള എന്റെ ബന്ധം ഓർക്കുമ്പോ എങ്ങനെയാണ് വിഷമം തോന്നാതിരിക്കുന്നത്? ഫാക്ടറി കാര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ പാവം സ്ഥലം വിട്ടതാ. പിന്നെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് ഐവാച്ചന്റെ വീട്ടുകാർ 10,000 രൂപയാ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ഈ ഐവാച്ചൻ പോലും ഇപ്പൊ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമാവാ. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി. രൂപ 10,000 എന്റെ പോക്കറ്റിലാ. പിന്നെ നിനക്ക് കാണിച്ചു കൊടുത്താലെന്താ? 10,000 രൂപ നിനക്ക് കിട്ടൂലേ? ഇവിടെ ഇങ്ങനെ തെറ്റിത്തിരിയാതെ. പറ്റില്ല. ശരിക്കും ഐവാച്ചൻ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. ഞാനുണ്ടില്ലെങ്കിൽ ഐവാച്ചൻ ഒന്നില്ല. ഞാൻ കരഞ്ഞില്ലെങ്കിൽ ഐവാച്ചൻ കരയില്ല. അങ്ങനെ ആത്മബന്ധമുള്ള ഞാൻ തന്നെ ഒരു യൂദാസായി മാറിയാൽ എന്റെ മനസാക്ഷി കുത്തു. അമ്മാവാ, അമ്മാവാ, വല്ലവർക്കും കാട്ടിക്കൊടുത്ത മനസാക്ഷി എന്താ ഉപയോഗിക്കൂ? ഈ അമ്മാവന് സംഭവം മനസ്സിലായില്ല. അമ്മാവാ, ഐവാച്ചൻ ആര് കാണിച്ചു കൊടുത്താലും അവർക്ക് വീട്ടുകാര് 10,000 രൂപ കൊടുക്കും. എനിക്ക് കാണിച്ചു കൊടുക്കാൻ മനോവിഷമമുള്ളതുകൊണ്ട് ഞാൻ അമ്മാവന് കാണിച്ചു തരും. അമ്മാവന് കിട്ടുന്ന 10,000 രൂപ നമ്മൾ 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. കൊള്ളാമല്ലോ മോനെ. മണി എത്രയായി? 10, 20, 30. 10:45 കവല എന്നൊരു ബസ്സുണ്ട്. എന്റെ മരുമോൻ വേഗം സ്ഥലം വിട്ടേ പോയിക്കോ. ഓ, അമ്മാവ, അമ്മായിയോട് പ്രത്യേകം പറഞ്ഞേക്കണേ. ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, നിന്നെ ഈ പഠിക്കകത്ത് കയറ്റരുത്. ഓ, പോയിക്കോടാ. പാന്റ് ഷർട്ടോട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ. പപ്പാ, എനിക്കും കൂടെ. എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നത്? പയ്യെ കഴിച്ചാൽ അകത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? നാളെ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളാം. അയ്യോ, നാളെ ബുദ്ധിമുട്ടാ ചേച്ചി. മറ്റന്നാള് വൈകിട്ട് തരാം. കുറച്ചല്ല, കുറച്ച് അധികം ആയിക്കോട്ടെ. ചേച്ചിയുടെ പറ്റുമൊക്കെ കഴിച്ച് ബാക്കി തുക ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. എന്താ? നമ്മൾ ഈ കണക്കൂട്ടുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവസാനം കമ്പേഴി എണ്ണേണ്ടി വരും. സുശീല, സുബോധമുള്ള ആരും കടന്നു ചെല്ലാൻ കൂടി മടിക്കുന്ന സ്ഥലമാണത്. 2 വർഷം മുമ്പ് ആ വീട്ടിലൊരു തൂങ്ങി മരണം നടന്നു. നല്ല സുന്ദരിയായ ഒരു തമ്പുരാട്ടിക്കുട്ടി. ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും ഒക്കെ നാട്ടിൽ സംസാരം ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ രാധികയുടെ അച്ഛൻ ബാലൻ തമ്പിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയോ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും പല ദിവസവും രാത്രി ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരിയും ഏങ്ങിക്കരച്ചിലും ഒക്കെ കേൾക്കാം. ആ സമയത്തൊന്നും അതുവഴി ആരും നടക്കാൻ കൂടി ധൈര്യപ്പെടാറില്ല. ചിലപ്പോ നമ്മൾ രാവിലെ ഐവാച്ചനെ കാണാൻ ചെല്ലുമ്പോ കുറച്ച് എല്ലും മുടിയും മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അത് വേറെ
അയ്വാച്ചന്റെ പേര് മാറ്റാൻ ഞങ്ങൾ കണ്ടുപിടിച്ച കുറുക്കൊഴിയാണ്. എങ്ങനെയുണ്ട്?